അള്ളാഹു മാസങ്ങളുടെ എണ്ണക്കണക്കുകളെ പറ്റി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ മാസങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് 12 ആണ്. 12 മാസമാണ്. പഴയ ആദം അലൈഹിസ്സലാം മുതൽ ഇന്നിങ്ങു വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം മാസത്തിന്റെ കണക്ക് 12 ആണ്. മിൻഹ അർബഅത്തുൽ ഹുറും, അതിൽ 4 പവിത്രതയുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുപോലെ നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ 4 മാസങ്ങൾ, അതിന് ചില പ്രത്യേകതകളുണ്ട്, പവിത്രതയുണ്ട്. ആ 4 മാസങ്ങളിൽ യുദ്ധം ഹറാമാക്കപ്പെട്ടതാണ് എന്നതെല്ലാം നമുക്കറിയാം. ആ 4 മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു. മിൻഹ അർബഅത്തുൽ ഹുറും എന്ന് പറഞ്ഞതിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സലാസത്തുൻ മുതവാലിയാത്ത്, അതിൽ 3 തുടരെയുള്ള മാസങ്ങളാണ്. അതേതൊക്കെയാണ്? ദുൽഖഅദ വദുൽഹിജ്ജ വമുഹറം. ഈ 3 മാസങ്ങളാണ് തുടർച്ചയായി വരുന്ന മാസങ്ങൾ. വറജബ് മുദർ, അതുപോലെ തന്നെ 4ാമത്തെ മാസം എന്ന് പറയുന്നത് അത് റജബ് മാസമാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ മാസങ്ങൾ പവിത്രമാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പൊ ഒരു മാസത്തിന് പവിത്രതയുണ്ട് എന്ന് പറയുമ്പോൾ ആ മാസത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് മറ്റുമെല്ലാം പുണ്യമേറെയുണ്ട് എന്നത് തന്നെയാണ് നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനുമെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഈ മുഹറം മാസത്തിൽ നമ്മളിപ്പോൾ അതിൽ പവിത്രമായ ഈ 4 മാസങ്ങളിൽപ്പെട്ട മുഹറം മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ മാസത്തിലെ ചില ദിവസങ്ങളെ മുഹറം 10 പോലും ഏറ്റവും പവിത്രമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മുഹറം 10 പോലും നഹസായി കാണുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട്. നഹസ് എന്ന് പറഞ്ഞാൽ അതൊരു അപശകുനമുള്ള, അതല്ലെങ്കിൽ അശുഭകരമായ, ദൗർഭാഗ്യമുള്ള ദിവസം എന്ന രീതിയിൽ കലണ്ടറുകളിൽ പോലും, പലരും കലണ്ടറുകളിൽ പോലും നഹസ് 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 എന്നിങ്ങനെ എഴുതി വെച്ചു കാണും. അതൊരു സൂചനയാണ് ആ ദിവസങ്ങളിൽ ശുഭകരമായ ഒരു കാര്യവും നിങ്ങൾ തുടങ്ങരുത് എന്നതാണ് അവർ പറയുവാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ കല്യാണങ്ങൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ നിശ്ചയിക്കരുത്. നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുവാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തുടങ്ങിപ്പോകരുത്, മുടിഞ്ഞു പോകും എന്നൊരു വിശ്വാസം നമുക്കിടയിൽ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമുണ്ട്. പലപ്പോഴും അതൊക്കെ ആളുകളുടെ മനസ്സിലൊരു വിശ്വാസമായി വരികയും ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങൾക്ക്, ചില അക്കങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക് എല്ലാം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ, കല്യാണങ്ങൾ പോലെയുള്ള ശുഭകരമായ കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ നടത്തുന്നതിനെ പറ്റി പേടിക്കുന്ന ആളുകൾ ഈ നിശ്ചയ ദിവസങ്ങളിലൊക്കെ കലണ്ടർ നോക്കുമ്പോൾ 13-ാം തീയതി എന്ന് കാണുമ്പോൾ അത് മാറ്റിവെക്കും. അതിനെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അതുപോലെ ചൊവ്വാഴ്ച ദിവസം ചൊവ്വില്ലാത്ത ദിവസമാണ് എന്ന ആളുകൾ പറയാറുണ്ട്. ആ ചൊവ്വാഴ്ച ദിവസത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ എന്ന രീതിയിലുള്ള വിശ്വാസം ലോകാടിസ്ഥാനത്തിൽ തന്നെ 13-ാം നമ്പറിന് എന്തോ കുഴപ്പമുണ്ട് എന്ന ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് 13-ാം നമ്പർ ഒരു വാർത്തയായത് നമ്മൾ കണ്ടിരുന്നു. അത്രയും അഭ്യസ്ത വിദ്യരായ ആളുകൾ പോലും അത് ഏറ്റെടുക്കുവാൻ ഭയപ്പെടുന്നു. അവര് വിശ്വാസപരമായും വൈജ്ഞാനികമായും ഒക്കെ ഉയർന്ന ചിന്താഗതി ഉള്ളവരാണ് എന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഇങ്ങനെയുള്ളതിന് ധീരമായി സ്വീകരിക്കുവാൻ ഭയപ്പെടുന്ന ആളുകൾ. അതുപോലെ തന്നെ ചില ബംഗ്ലാവുകൾ, മന്ത്രിമാർ താമസിക്കുന്ന മൻമോഹൻ ബംഗ്ലാവ് പോലെയുള്ള ബംഗ്ലാവ്, അത് സ്വീകരിക്കുവാൻ ഇത്രയും കഴിവും പ്രാപ്തിയുമുള്ള അഭ്യസ്ത വിദ്യരായ മന്ത്രിമാരായ ആളുകൾ പോലും പല കാലഘട്ടങ്ങളിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താന്ന് ചോദിച്ചാൽ ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, ആ ബംഗ്ലാവിൽ താമസിക്കുന്ന മന്ത്രി അധികം വാഴൂല, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസം ആളുകൾ സ്വീകരിക്കുന്നു എന്നത് ഏറെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഞങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് വർത്തമാനം പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ അവര് ഇതിനെ തിരസ്കരിക്കാൻ, 13-ാം തീയതി കല്യാണത്തെ നിശ്ചയിക്കുന്നതിനെ മാറ്റിവെക്കാൻ,
മറ്റു ദിവസങ്ങളെ മാറ്റിവെക്കാൻ, ചില അക്കങ്ങളെ മാറ്റിവെക്കാൻ അവര് ന്യായമായി പറയുന്ന കാര്യം ഇനി സംഭവിക്കൂല എന്നൊക്കെ അറിയാം. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം ആ ദിവസത്തിനുണ്ട് എങ്കിൽ അത് നമുക്ക് കിട്ടേണ്ട പ്രശ്നമാണ്. മുസ്ലിമീങ്ങളെ പ്രശ്നമാണ്, മുവഹിദീങ്ങളെ പ്രശ്നമാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണത്, ഒരു വൈകല്യമാണത്, വിശ്വാസപരമായ വൈകല്യമാണത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമ്മളോട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ ഖബ്ല അൻ നബ്റഅഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ക്ലിയർ ആയി പറഞ്ഞു തരാണ്. അല്ലാഹു എന്തെങ്കിലും ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വശരീരത്തിന്, നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാധിക്കുന്നുവെങ്കിൽ ഇല്ലാ ഫീ കിതാബിൻ ഖബ്ല അൻ നബ്റഅഹാ, അതിനെ ഒരു കിതാബിൽ അതിനു മുൻപ് തന്നെ നാം രേഖപ്പെടുത്തിയിട്ടല്ലാതെയല്ല. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രയാസങ്ങളും മുസീബത്തുകളും എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ക്ലിയർ ആണ്. ഈ വിശ്വാസത്തിനെതിരല്ലേ അത്? ഞാൻ 13-ാം നമ്പർ എടുത്തത് കൊണ്ടാണോ? ഇന്ന ചില വീടുകളൊക്കെ ഉണ്ട്, ആ വീട്ടുകാർ ഒഴിഞ്ഞു പോകുന്ന അവസരങ്ങളൊക്കെ കാണാറുണ്ട്. പേടിച്ചിട്ട്, ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. അമ്നിന്റെ പ്രശ്നമാണ്, വിശ്വാസത്തിനേറ്റ വൈകല്യമാണ്, ദൃഢവിശ്വാസത്തിൽ നിന്ന് അകന്നുപോയതാണ്, തൗഹീദിൽ നിന്ന് അകന്നുപോയതാണ്, വിശ്വാസത്തിന് വിള്ളൽ അത് ബാധിച്ചത് കൊണ്ടാണ് എന്നത് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്, ഖുർആനിലൂടെയുള്ള പ്രഖ്യാപനമാണ്. ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കുന്നുവെങ്കിൽ, അതല്ല നിങ്ങളുടെ തന്നെ സ്വശരീരങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നുവെങ്കിൽ, അത് കാലങ്ങൾക്ക് മുൻപ് തന്നെ അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതിന് അടിസ്ഥാനത്തിലാണ് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. പഠിച്ചോന്തൊക്കെ എളുപ്പമാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് ഖുർആൻ തുടരുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? ലികൈലാ തഅസു അലാ മാ ഫാതകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു നന്മ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ അതിന്റെ പേരിൽ നിരാശപ്പെടാതിരിക്കുവാൻ വേണ്ടി, എന്തെങ്കിലും ഒരു വലിയ നന്മ, ഒരു ജോബ് ഓഫർ, വേറെന്തെങ്കിലും ജീവിതത്തിൽ കടന്നു വരാനിരുന്ന ഒരു സൗഭാഗ്യം അത് നഷ്ടപ്പെടുമ്പോ ഒരു വിശ്വാസിക്ക് ബോധമുണ്ടാകും. അവൻ അസ്വസ്ഥനാകൂല, അവൻ വിറളി പിടിക്കൂല, അവൻ ആർത്തട്ടഹസിക്കില്ല. അവന് മനസ്സിലാകും ഇത് പടച്ചോന്റെ തീരുമാനമാണ്. എന്നോ എപ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പിറവിക്ക് മുൻപ് തന്നെയുള്ള അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി അവൻ ക്ഷമിക്കും. അതുപോലെ തന്നെ വലാ തഹ്റഹു ബിമാ ആതാക്കും. അള്ളാഹു എന്തെങ്കിലും നന്മകളോ സൗഭാഗ്യങ്ങളോ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പുളകം കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, ആർമാദിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്, കാരണം ഇതെന്റെ ജീവിതത്തിൽ പടച്ചവൻ തീരുമാനിച്ചതാണ് എന്ന ബോധമുണ്ടാകാൻ, അങ്ങനെയുള്ള വിശ്വാസ ദൃഢതയിൽ മുന്നോട്ട് പോകുന്നവരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ലാഭനഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, സൗഭാഗ്യങ്ങൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻപേ നിശ്ചയിച്ചു വെച്ചതാണ് എന്നൊരു ബോധം ഉണ്ടാകണം. അതിനെതിരാണ് ഈ വിശ്വാസം. എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ പടച്ചവന്റെ വിധിക്കെതിരെയാണ് നമ്മുടെ വിശ്വാസം പോകുന്നത്. പടച്ചവൻ നമ്മളെ പഠിപ്പിച്ച ഉറപ്പായുള്ള ദൃഢവിശ്വാസത്തിൽ നിന്നാണ് നാം വ്യതിചലിക്കുന്നത് എന്നത് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഖുർആനിലൂടെ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഖുല്ലൻ യുസീബന. പറയണം, വിശ്വാസിയായവൻ പറയണം, മുവഹിദായവൻ പറയണം, ഖുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ വഹുവ മൗലാന. ഞങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുവെങ്കിലും അത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ്, അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമാണ്. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളെല്ലാം അള്ളാഹുവിലാണ് ഞങ്ങളുടെ കാര്യങ്ങൾ തവക്കുലാക്കുക എന്നാണ് പ്രഖ്യാപിക്കേണ്ടത്. ഞാൻ എല്ലാം എൻ്റെ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് പടച്ചവന്റെ തീരുമാനമാണ്. ഞാൻ അള്ളാഹുവിൽ കാര്യങ്ങളെ സമർപ്പിക്കുന്നു എന്നതാണ് വിശ്വാസി പ്രഖ്യാപിക്കേണ്ടത് എന്നത് ഖുർആൻ നമ്മളോട് പ്രഖ്യാപിക്കുവാൻ പറയുന്നത് നമ്മൾ മനസ്സുകളിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്നറിയോ? ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠമുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനപ്പുറത്ത് റസൂലിന്റെ പിറകിലിരുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശം, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, പൊന്നുമോനെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അല്ലാഹു നിന്നെ കാത്തുകൊള്ളും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അവനെ നിനക്ക് നിന്റെ മുന്നിൽ കാണാൻ കഴിയും, അവന്റെ സഹായം നിനക്കുണ്ടാകും. വൈദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ഇസ്തിആനത്ത് തേടുന്നുണ്ട് എങ്കിൽ നിനക്ക് പെട്ടെന്നുണ്ടാകേണ്ടുന്ന ഒരു സഹായം ആവശ്യമുള്ള, നീ കുടുങ്ങിപ്പോയ സന്ദർഭങ്ങളിൽ നീ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്നത്. മോനെ അറിയണം, വഅലം അന്നൽ ഉമ്മ ലബിസ്തമഅത് അലാ യൻഫഉക ബിശൈ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കണം. മോനെ അറിയണം, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിനക്കൊരു നന്മ ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടാലും പടച്ചോൻ നിനക്കത് തരണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിനക്കത് കിട്ടൂല മോനെ. പടച്ചോന്റെ തീരുമാനമുണ്ടെങ്കിൽ മാത്രമാണ് നിനക്കത് ലഭിക്കുക. ഇനി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും ഒരുമ്പെട്ടിറങ്ങിയാലും തുനിഞ്ഞിറങ്ങിയാലും പടച്ചറബിന്റെ തീരുമാനമില്ല എങ്കിൽ നിനക്കൊന്നും സംഭവിപ്പിക്കുവാൻ അവർക്ക് കഴിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തത്. ഇത് പലപ്പോഴും ഇത്രയും വളർന്ന മനുഷ്യരായിട്ട് പോലും നമ്മളിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നത് വിമർശനാത്മകമായി തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവാണ് കാലത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാലത്തിലെ ചില ദിവസങ്ങളെ നാം അപശകുനമായി കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനെയാണ് ആക്ഷേപിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് എന്നത് നമ്മൾ ഗൗരവമായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. പലപ്പോഴും ഈ മുഹറവുമായി ബന്ധപ്പെട്ട് പല വികല വിശ്വാസങ്ങളും നമുക്കിടയിലേക്ക് കൊണ്ടുവരുവാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നത് പ്രത്യേകിച്ചും പുതിയ തലമുറയിലേക്കാണ്. ഇൻസ്റ്റഗ്രാം മുഫ്തിമാരുടെ ഫത്വകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനെ പലരും സ്വീകരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ആളുകൾ എന്തെങ്കിലും ഒരു പശ്ചാത്തല സംഗീതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കിന് അതിന്റെ ആയത്തിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനമൊന്നും പരിശോധിക്കാതെ അതിനെ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു എന്നത് അത് പേടിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. ഖുർആനും സുന്നത്തുമാണ് സഹോദരങ്ങളെ നമുക്ക് പ്രമാണമായിട്ടുള്ളത്. അല്ലാത്തത് സ്വീകരിക്കേണ്ടുന്ന ബാധ്യത നമുക്കില്ലാത്തതാണ്. മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ പ്രഖ്യാപിക്കുന്നത് മുഹറം 1 രാവിലും പകലിലും ഒക്കെ ബിസ്മി ഓരോ അക്ഷരങ്ങളായി അറബിയിൽ 113 പ്രാവശ്യം എഴുതി വെച്ചാൽ അത് തനിക്കും തന്റെ കുടുംബത്തിനുമെല്ലാം വരുന്ന ആപത്ത് തടയുമത്രേ. ആര് പറഞ്ഞു? അതിനുത്തരം മഹാന്മാരും ആരിഫീങ്ങളും പറഞ്ഞിട്ടുണ്ടത്രേ. ഈ അത്ര കേട്ടാൽ തന്നെ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടത്രേ. ആരാണ് പറഞ്ഞത് എന്ന് ഇൻസ്റ്റഗ്രാം മുഫ്തിക്ക് പോലും അറിയാത്ത രീതിയിൽ പടച്ചുവിടുന്ന ഇങ്ങനെയുള്ള ഫത്വകൾ ഇവിടെയാണ് നമ്മൾ ക്ലിയറായും ശ്രദ്ധിക്കേണ്ടത്. മുഹറത്തിന് പുണ്യമുണ്ട് എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി ഖുർആനും ഹദീസും പറഞ്ഞതുകൊണ്ട് മുഹറം 10 ആശൂറായിനും താസുആയിനും പുണ്യമുണ്ട് എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലാതെ ഏതെങ്കിലും മുഫ്തിമാർ എങ്ങനെയെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുന്നത് സ്വീകരിക്കുന്നവരായി നമ്മൾ മാറരുത്. നമ്മളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകുവാൻ അത് കാരണമാകുമെന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. മുഹറം നോമ്പ് എന്തുകൊണ്ട്? ആശൂറ എന്ന് പറഞ്ഞാൽ 10 മുഹറം 10ന്റെ നോമ്പ്, താസുആ എന്ന് പറഞ്ഞാൽ തിസ്അ എന്നതിൽ നിന്ന് മുഹറം 9ന്റെ നോമ്പ്. എന്താണ് ഇതിന്റെ കാരണം എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ സ്വഹീഹായിക്കൊണ്ട് നമ്മളിലേക്ക് എത്തിയതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അവിടെയുള്ള യഹൂദികളായ ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത്? അവര് ഉത്തരം പറഞ്ഞത്, ഇത് ഒരു മഹത്തായ ദിവസമാണ്. മൂസ അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും അള്ളാഹു രക്ഷിക്കുകയും ഫറോവയെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ശുക്രായിക്കൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന് യഹൂദികളായ ആളുകൾ പറഞ്ഞ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്,
ഫനഹ്നു അഹഖു വഔലാ ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാമുമായി അടുത്തു നിൽക്കുന്നത് അവകാശമുള്ളത് ഞങ്ങൾക്കാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ആ ദിവസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോഴാണ് ദീനായത്. ആരാ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. റസൂൽ വെറുതെ തന്റെ പ്രഖ്യാപനം നടത്തുന്നതാണോ? വമാ യൻതിഖു അനിൽ ഹവ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയൂല. വഹയിന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ദീനായി കൊണ്ട് സ്വീകരിക്കുന്നത്. അതാണ് മുഹറം 10 ദിവസം, ആശൂറയുടെ ദിവസം നോമ്പനുഷ്ഠിക്കുവാനുള്ള തെളിവ്. അതുപോലെ തന്നെ സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുന്നുണ്ട്, റസൂലെ, ഈ മുഹറം 10 എന്ന് പറയുന്നത് യഹൂദികളും നസ്രാനികളും എല്ലാം പുണ്യമായി കാണുന്ന ഒരു ദിവസമാണല്ലോ എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഞാൻ മുഹറം 9 നോമ്പ് കൂടി നോൽക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. പക്ഷെ അടുത്ത വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുപോയി. റസൂൽ ആ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. എങ്കിലും അത് ദീനാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യണമെന്നില്ല, ചെയ്യാൻ കൽപ്പിച്ച കാര്യം അത് ദീനാണ്, അത് അമലായി സ്വീകരിക്കുവാൻ പറ്റുന്ന കാര്യമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയണം. അപ്പോഴാണ് അതിനെ ദീനായി ഏറ്റെടുക്കേണ്ടുന്ന ബാധ്യത നമുക്കുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നോമ്പിന്റെ പുണ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു. സിയാമു യൗമി ആശുറ, ആശുറയുടെ നോമ്പ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞുപോയ ഒരു മാസത്തെ, ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുവാൻ കാരണമാകുന്ന കാര്യമാണ്. അത്രമേൽ പുണ്യമുള്ള ഒരു നോമ്പാണ് ദുൽഹിജ്ജ മുഹറം 10 നോമ്പ് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാണ്. മുഹറം 9 നോമ്പും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നോൽക്കുമെന്ന് നമുക്ക് മുന്നിൽ പ്രഖ്യാപിച്ചതാണ്. രണ്ടും ശ്രേഷ്ഠതയേറെയുള്ളതാണ്. അത് ജീവിതത്തിൽ പകർത്തുവാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.